നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇനി മോളുടെ എന്ത് കാര്യത്തിനും ഈ അമ്മയുണ്ട്. തൽക്കാലം വല്യമ്മ മോളങ്ങ് മറന്നേക്കേ. ശിവേട്ട, വേഗം കഴിച്ചിട്ട് പോയി റെഡി ആവണേ. പെട്ടെന്ന് പോയില്ലെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിൽ തിരക്കാവും. ഞാൻ വരണോ? നീ എന്നെ പോയാ പോരെ? ഞാൻ ഒറ്റയ്ക്ക് കൊച്ചിനെയും കൊണ്ട് എങ്ങനെ പോയിട്ട് വരും? നിങ്ങൾ ഇവിടെ വെറുതെ ഇരിക്കുവല്ലേ, നിങ്ങൾക്ക് കൂടി വന്നാലെന്താ? ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വന്നപ്പോ മുതൽ ഞാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ ഈ മാറ്റം. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ എന്താന്ന് വെച്ചാ പറയും. എനിക്ക് പ്രശ്നമൊന്നുമില്ല. ശിവേട്ടന് നമ്മുടെ മോളെ ഇഷ്ടമല്ലല്ലേ? പലപ്പോഴും ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ. ശിവേട്ടന്റെ മനോഭാവത്തിലും പെരുമാറ്റത്തിലും എനിക്ക് തോന്നിയതാ. മുൻപ് അങ്ങനെ അല്ലായിരുന്ന ആള് പെട്ടെന്ന് മാറുമ്പോ ആർക്കായാലും സംശയം തോന്നും. നമുക്കൊരു കുഞ്ഞു വേണമെന്ന് എന്നെക്കാളും ആഗ്രഹം ശിവേട്ടനായിരുന്നില്ലേ? മുൻപ് പലപ്പോഴും നമുക്കൊരു പെൺകുഞ്ഞ് വേണമെന്ന് ശിവേട്ടൻ അത്രയ്ക്കും ആഗ്രഹത്തോടെ എന്നോട് പറഞ്ഞിട്ടുമില്ലേ? നന്ദികേടാ ശിവേട്ടൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നോടും നമ്മുടെ മോളോടുമല്ല, ഈശ്വരനോട്. ഈശ്വരനടയിൽ നമ്മളെ രണ്ടുപേരും കണ്ണീരൊഴുക്കിയതിന്റെ ഫലമാ നമ്മുടെ മോള്. അതൊന്നും ഓർമ്മയിലില്ലാത്ത പോലെ ഇപ്പോഴത്തെ പെരുമാറ്റം. ശിവേട്ടൻ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ ആദ്യത്തെ കുഞ്ഞ് അബോർഷനായപ്പോ എന്റെ മുന്നിൽ നിന്ന് കരഞ്ഞ അതേ ആള് തന്നെയാണോ നിങ്ങൾ ഇപ്പോഴും എന്ന്? ശിവേട്ടന് മറ്റെന്തൊക്കെയോ പ്രശ്നങ്ങളും ടെൻഷനും ആണെന്ന് ഞാൻ ആദ്യം കരുതിയത്. എന്നാ പോകെ പോകെ കുഞ്ഞിനോടുള്ള ദേഷ്യവും വെറുപ്പും കൂടി കൂടി വരുന്നതല്ലാതെ നിങ്ങളുടെ സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ഇടയ്ക്കൊക്കെ ഞാൻ ഓർത്തു പോകാറുണ്ട്, നിങ്ങൾക്ക് ശരിക്കും ഒരു കുഞ്ഞിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന്. ഞാൻ വഴക്കിടുമ്പോഴല്ലാതെ നിങ്ങൾ നമ്മുടെ കുഞ്ഞിനെ ഒന്ന് എടുത്തിട്ടുണ്ടോ? സ്നേഹത്തോടെ ഒരു ഉമ്മ വെച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞിനോട് അതിന്റെ അച്ഛൻ കാണിക്കുന്ന സ്നേഹമോ വാത്സല്യമോ അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മുടെ മോക്ക് കിട്ടുന്നുണ്ടെന്ന് ശിവേട്ടന് തോന്നുന്നുണ്ടോ? ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയണ്ട, അറിയാൻ വേണ്ട. ഇതൊക്കെ വിഷമം കൊണ്ട് പറഞ്ഞു പോകുന്നതാ ശിവേട്ട. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വരണ്ട. എന്റെ കുഞ്ഞിനെയും കൊണ്ട് എനിക്ക് പോയല്ലേ പറ്റൂ. പലപ്പോഴും നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ ശിവരാമേട്ടൻ ഒരു പരാജയമാണെന്ന്. അതിൽ നിന്ന് അച്ഛനിലേക്ക് എത്തുമ്പോ ആ പരാജയം ആവർത്തിക്കണോ വേണ്ടേന്ന് ശിവേട്ടൻ തന്നെ ആലോചിക്കും. അങ്ങോട്ട് സ്നേഹം കൊടുത്താലേ ഇങ്ങോട്ട് കിട്ടൂ ശിവേട്ട. അത് ഭാര്യയാണെങ്കിലും ശരി, മോളായാലും ശരി. വാവേ, നമ്മളിന്ന് ആശുപത്രി പോവല്ലോ. ഡോക്ടറിനെ കാണും, കുത്തിവെക്കും. ആദ്യമായിട്ടാ കുഞ്ഞിന് ഇഞ്ചക്ഷൻ വെക്കുന്നെ. എന്റെ പൊന്നെ, കരയൊന്നും ചെയ്യരുത് കേട്ടോ. ചെറിയ വേദന ഉണ്ടാവുള്ളൂ. ഇതുപോലെ എന്റെ മോള് കരയാതിരുന്നോണം കേട്ടോ. നീ കരഞ്ഞ് നിലവിളിച്ച് വലിയമ്മ കൂടെ വരാതിരുന്നതിന്റെ കുറ്റമാണെന്നും പറഞ്ഞ് നിന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് നീ അമ്മയ്ക്ക് വഴക്കൊന്നും കേൾപ്പിച്ചിരരുത് കേട്ടോ. ഇനി മോളുടെ എന്ത് കാര്യത്തിനും ഈ അമ്മയുണ്ട്. തൽക്കാലം വല്യമ്മ മോളങ്ങ് മറന്നേക്കേ.
എന്റെ കൊച്ചിനെ കൊണ്ടുപോവാനും വാക്സിൻ എടുപ്പിക്കാനും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. വല്യമ്മമാരെ എഴുന്നള്ളിച്ചോണ്ട് പോകേണ്ട അവസ്ഥയൊന്നും എന്റെ കുഞ്ഞിനില്ല. അതിനെ ഇവിടെ അമ്മയായിട്ട് ഞാനുണ്ട്. അതിനിനി എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട. ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നേ? രാവിലെ കുഞ്ഞിനിപ്പോ ഹോസ്പിറ്റലിൽ പോകുന്നു എന്നല്ലേ ഇന്നലെ പറഞ്ഞത്? അത് മറന്നോ? എന്താടോ മിണ്ടാതിരിക്കുന്നേ? ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? ഇല്ല. ഇല്ലേ? കുഞ്ഞിന്റെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടല്ലോ, അവര് കൊണ്ടുപോയിക്കോളും. ഇപ്പൊ എന്താ ഇങ്ങനെ? ഇന്നലെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നപ്പോ കുഞ്ഞിനെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന കാര്യം പറഞ്ഞ് വലിയ ഹാപ്പി ആയിരുന്നല്ലോ. എടോ, രാവിലെ ആയപ്പോ എന്തു പറ്റി? എന്താടോ തനിക്ക് എന്താ പറ്റിയേ? സച്ചേട്ടൻ ഓഫീസിൽ പോ, റെഡി ആയിട്ട് വാ. ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുത്ത് വെക്കാം. അർച്ചന, തന്നെ വീണ്ടും ആതിര വല്ലതും പറഞ്ഞു? എനിക്കറിയാം. അതുകൊണ്ടായിരിക്കും ഹോസ്പിറ്റലിൽ പോകുന്നില്ലെന്ന് തീരുമാനിച്ചത് അല്ലേ? ഞാൻ തന്നോട് എപ്പോഴും പറയുന്നില്ല അർച്ചന, ഒരു പരിധിക്കപ്പുറം ആരെ സ്നേഹിക്കാൻ പാടില്ലെന്ന്, പ്രത്യേകിച്ചും നമ്മുടേതല്ലെന്ന് ഉറപ്പുള്ളവരെ. നീ ആ മോളോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ആതിരെ പല രീതിയിൽ വ്യാഖ്യാനിച്ചെടുത്തിട്ടുണ്ടാവും. എന്തൊക്കെ പറഞ്ഞാലും ആതിരെ വിലക്കിയ ആ കുഞ്ഞിന്റെ പേരിൽ നമുക്കൊരവകാശമില്ലടോ. താനതൊക്കെ ഒന്ന് മറന്നേ. മനസ്സിന്ന് പോകുന്നില്ല സച്ചേട്ടാ. ആതിരക്ക് എന്തിനാ പേടി? ഞാനും കുഞ്ഞും അടുത്തു കഴിഞ്ഞാ അവക്ക് കുഞ്ഞിനെ നഷ്ടപ്പെടുന്നോ? അവളല്ലേ സച്ചേട്ടാ കുഞ്ഞിന്റെ അമ്മ. അങ്ങനെ നഷ്ടപ്പെടുത്താൻ പറ്റുന്ന ബന്ധമാണോ അത്? കുഞ്ഞിനെ എടുക്കരുതെന്നൊക്കെ അവളെന്നോട് പറഞ്ഞെങ്കിലും എന്നെ അത്ഭുതപ്പെടുത്തിയത് ആതിരയുടെ മാറ്റവും സംസാരവും ഒക്കെയാ. ആര് പറഞ്ഞിട്ടായാലും അവളുടെ കൂടപ്പുറപ്പല്ലേ ഞാൻ. അതുപോലെ ഓർക്കാതെ അവള് സംസാരിക്കുന്നു. ചേച്ചിയെന്ന് പോലും തികച്ചു വിളിക്കാത്തവളാ. ഇപ്പോ നിങ്ങളെന്നൊക്കെ എന്നെ വിളിക്കുന്നേ. ഇതൊന്നും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല സച്ചേട്ടാ. അതിന് മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്ത്? അവളുടെ മോളെ എന്റെ മോളെ കണ്ട് ഞാൻ സ്നേഹിച്ചതോ? അതോ അങ്ങനെ കൊണ്ടു നടന്ന് ലാളിക്കുന്നതാണോ? എന്തിനാ സച്ചേട്ടാ വിധി നമുക്ക് ഇങ്ങനെയൊക്കെ ആവുന്ന? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.